ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാഗറും സുജുവും കൂടി സംസാരിക്കുന്നുണ്ട്. സുജു സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ ശങ്കർമോഹന്റെ പ്രൊജക്ട് എല്ലാം റെഡി ആയിട്ടല്ലേ ജർമ്മനിയിലേക്ക് വരൂ, ഞാൻ അതിനു മുന്നേ തന്നെ കൃപയുടെ അടുത്തേക്ക് പോവാം, സാഗർ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മാനസ. സുജു അവിടെ നിന്ന് പോയതിനു ശേഷം മാനസ സാഗറിനോട് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് സാഗറിന്റെ ഫോണിലേക്ക് ദേവ്ജി വിളിക്കുന്നത്. ദേവ്ജി വിളിച്ചിട്ട് കൺമണി ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ആ ഡിസൈൻ വാങ്ങാനായി പൊന്നുമേട്ടിലേക്ക് മഹിയെ പറഞ്ഞയച്ചിട്ടുണ്ടെന്നും ദേവ്ജി സാഗറിനോട് പറയുമ്പോൾ സാഗർ ആകെ ഷോക്കാവുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് കൺമണി ആ ഡിസൈൻ പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കുകയാണ് ദേവ്ജിയോട്. ദേവ്ജി അപ്പൊ പറയുന്നുണ്ട്, അതേ, കൺമണി പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇത് ഇന്ന് തന്നെ ഇവിടെ എത്തും, ശങ്കർമോഹൻ ആ ഡിസൈൻ അപ്രൂവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സാഗർ ഇപ്പോൾ തന്നെ അലികയിലേക്ക് വായോ എന്ന് ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മാനസ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഡിസൈൻ എത്തിയാലല്ലേ നിങ്ങൾ അത് അപ്രൂവ് ചെയ്യൂ, ആ ഡിസൈൻ എത്തുന്നത് എനിക്കൊന്ന് കാണണമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് കൃഷും കൺമണിയും സംസാരിക്കുന്നുണ്ട്. കേണൽ സാറ് ഈ ഡിസൈൻ അവിടെ എത്തുമെന്ന് ഉറപ്പില്ലെന്ന് പറയുമ്പോ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കൺമണി എന്നിട്ട് അത് കൃഷിനോട് പറയുന്നുണ്ട്, സാർ, മഹി സാർ ആ ഡിസൈൻ എത്രയും പെട്ടെന്ന് അലികയിൽ എത്തിച്ചാൽ മതിയായിരുന്നു, ഒരു കുഴപ്പവുമില്ലാതെ അതവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ കൺമണിയുടെ മനസ്സിലുള്ള പേടി കൃഷിനോട് തുറന്നു പറയുന്നുണ്ട്. കൃഷി അപ്പോ കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കൺമണി, അത് സേഫായി തന്നെ അലികയിൽ എത്തുമെന്ന് പറയാണ്. കൺമണി അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ആ പേടി വേണ്ടല്ലേ സാർ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, ഒരു പേടിയും നീ പേടിക്കണ്ട, അതവിടെ എത്തിക്കാൻ മഹിയും ദേവ്ജിയും കൂടി കൃത്യമായ പ്ലാനുകൾ നടത്തിയിട്ടുണ്ട്, അതവിടെ എന്തായാലും എത്തുമെന്ന് പറയാണ്. പിന്നീട് മഹി കൺമണിയുടെ ഡിസൈനും വാങ്ങി ലിഗയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അനിരുദ്ധ് സാറും പോലീസുകാരും കൂടി വഴിയിൽ വെച്ച് മഹിയെ തടയുന്നുണ്ട്. നിരുദ്ധ് സാർ എന്നിട്ട് മഹിയുടെ കഴുത്തിൽ പിടിച്ച് നിർത്തടാ നിന്റെ സംസാരം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരെല്ലാരും കൂടി മഹിയെ പോലീസ് ജീപ്പിൽ കയറ്റാൻ നോക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹി തന്റെ ഫോൺ എടുത്ത് ദേവ്ജിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പോലീസുകാരത് തടയാണ്. എന്നിട്ട് മഹിയുടെ ഫോൺ വാങ്ങി പോലീസുകാർ കയ്യിൽ വെക്കുകയാണ്. പിന്നീട് പോലീസ് ജീപ്പിൽ കയറ്റി മഹിയെ കൊണ്ടുപോവുകയാണ്. അനിരുദ്ധ് സാർ ആണെങ്കിൽ കാറിലുമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പിന്നീട് മഹി വരേണ്ട സമയമായിട്ടും ഡിസൈനുമായി എത്താത്തതിനെ തുടർന്ന് ദേവ്ജിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഗറും എത്തുന്നുണ്ട്. ദേവ്ജി മഹിയുടെ ഫോണിലേക്ക് കുറെ വിളിക്കുന്നുണ്ട്. എന്നാൽ മഹി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ദേവ്ജി എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, എത്ര വലിയ ട്രാഫിക് ആയാലും ഇനി എന്ത് തടസ്സമായാലും മഹി ഒരു കാരണവശാലും ഫോൺ എടുക്കാതിരിക്കില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്. അതേസമയം സാഗറും ദേവ്ജിയും കൂടി എന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ ശ്രീദേവി ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ദേവ്ജി കരീം സാഹിബിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഡിസൈൻ വാങ്ങാനായി പോയിരിക്കുകയാണ്, ഇത്രയും നേരമായിട്ടും അവൻ എത്തിയിട്ടില്ല, ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്, അതൊന്ന് അന്വേഷിക്കണമെന്ന് സാഹിബിനോട് ദേവ്ജി പറയുന്നുണ്ട്. പിന്നീട് മഹിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി നിരുദ്ധ് സാറിനെ മാനസ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എന്തായി സാർ, ഡിസൈൻ കൈക്കലാക്കിയോ, മഹിയെ അറസ്റ്റ് ചെയ്തോ, നീ അങ്ങോട്ട് ആ കൺമണിയുടെ അസ്തമയമാണ് നടക്കാൻ പോകുന്നതെന്ന് മാനസ അനിരുദ്ധ് സാറിനോട് പറയാണ്. പെട്ടെന്ന് അനിരുദ്ധ് സാറിന്റെ കാറിന് മുന്നിൽ ഒരാള് ബൈക്കുമായി വന്ന് നിൽക്കുകയാണ്. അപ്പൊ മാനസയോട് അനിരുദ്ധ് സാർ പറയുന്നുണ്ട്, മാഡം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറയാണ്. ആ ബൈക്കിൽ വന്നിരിക്കുന്നത് കരീം സാഹിബ് ആയിരിക്കും. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. അങ്ങനെ മാനസയുടെ ഈ പ്ലാനും പൊളിഞ്ഞിരിക്കുകയാണ്. നാളെ എന്തായാലും കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.